തൃശൂരിൽ അക്യുപങ്ചർ സഹായത്തോടെ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ശുപാർശ. മരിച്ച മുഹ്സിനയുടെ ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അശാസ്ത്രീയമായി അക്യുപങ്ചർ ചികിത്സ നൽകിയ യുവതിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇഞ്ചിഞ്ചായുള്ള മരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഗർഭപാത്രം ഉൾപ്പെടെ എല്ലായിടത്തും അണുബാധ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ശുപാർശ പുറത്തു വരികയാണ്. എപ്പോഴായിരിക്കും ഇത് നടക്കുക? പ്രവിധ സൂചിപ്പിച്ച പോലെ ഇഞ്ചിഞ്ചായ നരകിച്ച മരണമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതാണ് മുഹസിന എന്ന 37-കാരിക്ക് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇന്നലത്തോടുകൂടി മരണവും സംഭവിക്കുകയായിരുന്നു. ആന്തരികാവയവങ്ങൾ പരിശോധിച്ച ഡോക്ടർക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഗർഭപാത്രം മുതൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പഴുപ്പ് അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ പുഴുവരിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മുതുകിൽ ഒരു വ്രണം ഉണ്ടായിരുന്നു. ആ വ്രണം എല്ല് പോലും നട്ടല് പോലും കാണുന്ന തരത്തിലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ എഴുതി വച്ചിരിക്കുന്നത് പ്രസവാനന്തരം കൃത്യമായ മതിയായ ചികിത്സ ലഭിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടാണ് മരണ കാരണമെന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ജനുവരിയിലാണ് ഈ കുഞ്ഞ് ഈ പ്രസവം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ നവജാത ശിശു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മരിക്കുന്നതും. ഈ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്ലിയർ എക്സാമിനേഷൻ നടത്തണം ഈ മൃതദേഹത്തിൽ നിന്ന് കാണിച്ചുകൊണ്ട് ഫോറൻസിക് സർജൻ ഇക്കാര്യത്തിലൊരു ശുപാർശ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അടുത്ത ദിവസം തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അക്യുപഞ്ചർ ചികിത്സ അശാസ്ത്രീയമായി നൽകിയത് മറ്റൊരു യുവതിയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഭർത്താവിന്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നരഹത്യ അടക്കം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. എന്തായാലും ഭർത്താവ് ഇബ്രാഹിമിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവിധ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഇഞ്ചിഞ്ചായി വേദന സഹിച്ചാണ് യുവതി മരിച്ചത് എന്നുള്ളതാണ്. ഗർഭപാത്രം മുതൽ എല്ലാ ഭാഗങ്ങളിലും അണുബാധ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറയുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.